പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ അബൂബക്കർ തങ്ങൾ മദീനത്തില്ല. പടച്ചവനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങൾ ഉരിപ്പിടിച്ച വാളുമായിട്ട് നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. ആരെങ്കിലും എന്റെ പ്രവാചകനും മരണപ്പെട്ടു, എന്റെ നബി തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞ അവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ് ഉമർ തങ്ങൾ വാള് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തളർന്നു വീഴുകയാണ്. അലിയാർ തങ്ങൾ മിണ്ടുന്നില്ല. പടച്ചവനെ സ്വഹാബത്ത് മുഴുവനും കണ്ണുനീരിലാണ്, എല്ലാവരും സങ്കടത്തിലാണ്. പടച്ചവനെ പ്രവാചകന്റെ ജനാസ നബി തങ്ങൾ തിങ്കളാഴ്ചയാണ് വഫാത്തായത്. ആ ജനാസ അവിടെ ഇരിക്കുകയാ. തിങ്കൾ കഴിഞ്ഞു, ചൊവ്വ കഴിഞ്ഞു, ബുധനാഴ്ചയായി ചരിത്രം പറയുകയാണ്. നബി തങ്ങളുടെ ജനാസ എവിടെ തന്നെ വെക്കാനുള്ള കാരണം എന്തെന്നറിയോ? പടച്ചവനെ ഇസ്ലാമിനൊരു ഭരണാധികാരിയില്ല, ഇസ്ലാമിനൊരു നേതൃത്വമില്ല, എന്ത് ചെയ്യണമെന്ന് പറയാൻ ആളില്ല. അങ്ങനെ പ്രവാചകന്റെ ജനാസ എവിടെ വെച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കടന്നു വരികയാ. പടച്ചവനെ ലോലമായ ഹൃദയത്തിന്റെ ഉടമയാണ് അബൂബക്കർ തങ്ങള്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു ഈമാനികമായ ധൈര്യം കൊടുക്കുകയാണ്. അങ്ങനെ അബൂബക്കർ നിങ്ങൾ നബി തങ്ങളുടെ വീടിനകത്തേക്ക് കടന്നു വന്നു. അവസാനം മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു ജനങ്ങളെ വിളിക്കുന്നതാണ്. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ജനങ്ങളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അവിടെന്ന് പ്രഖ്യാപിക്കുകയാ. അങ്ങനെ ഒരു ഭരണാധികാരി കടന്നു വന്നു, ഒരു നേതൃത്വം കടന്നു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുകയാണ്. എവിടെയാണ് ഖബറടക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തർത്തീബാക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ അവിടെ നിന്ന് ഖബറടക്കി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി അധികാരം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിനൊരു നേതാവ് വന്നടോ, മുസ്ലിമീങ്ങൾക്കൊരു ഭരണാധികാരി വന്നു. പടച്ചവനെ 2 കൊല്ലവും 3 മാസവുമാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവിടുന്ന് ഖലീഫയായി ഭരണം നടത്തിയത്. അങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. തന്റെ മരണമടുത്തതിന്റെ അടയാളങ്ങൾ കാണാൻ തുടങ്ങി. പടച്ചവനെ അബൂബക്കർ